സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചന ഭാഗം പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. ബട്ട് വെൻ വൺ ടേൺസ് ടു ദ ലോർഡ്, ദ വെയിൽ ഈസ് റിമൂവ്ഡ്. നമുക്ക് ഈ വചനഭാഗം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം പ്രാർത്ഥിച്ചു തുടങ്ങാം. നല്ല ഈശോയെ, വചനം തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വചനത്തിൽ അതിൻ്റെ ചുരുളഴിയുമ്പോൾ തെളിയുന്ന പ്രകാശം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവേ, അതിലൊളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ലൂക്ക 24:45 ഹി ഓപ്പൺ ദെയർ മൈൻഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്റ്റേഴ്സ്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവൻ അവരുടെ മനസ്സ് തുറന്നു. ഇപ്പോൾ ഈശോയെ, ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് തുറക്കണമേ. വചനം ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ ഈശോയെ ഞങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ, രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അല്പസമയം അവിടുത്തോട് ചേർന്നിരുന്ന് വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും, ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. ആദ്യം തന്നെ അത് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്ന തിരുവചനം, ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീക്കപ്പെടുന്നു. ബട്ട് വെൻ വൺ ടേൺസ് ടു ദ ലോർഡ്, ദ വെയിൽ ഈസ് റിമൂവ്ഡ്. നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈ 3-ാം അധ്യായത്തിൽ 6 മുതലുള്ള വചനഭാഗങ്ങൾ ധ്യാനിച്ചു വരുമ്പോൾ 2 കൊറിന്ത്യൻസ് 3-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ഈ 16-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം നമുക്ക് കർത്താവ് വ്യക്തമാക്കി തരും. പിന്നീട് നമ്മൾ ആ അധ്യായത്തിൽ 18 വചനങ്ങളാണ്. ആ 18 വചനങ്ങൾക്ക് ശേഷം 4-ാം അധ്യായം നമ്മൾ അതിലെ ചില പല വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കും. 5-ാം അധ്യായത്തിലെ കുറച്ച് വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കും. അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് ഈ വചനത്തിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നത്. നമ്മൾ പല ശുശ്രൂഷകളിലും കേട്ടിട്ടുള്ള ഒരു വചനമുണ്ട്, ഈ 2 കൊറിന്തോസ് 4:4. അതായത് ഈ 3-ാം അധ്യായം കഴിഞ്ഞ് വരുന്ന തൊട്ടധ്യായം 4-ാം അധ്യായം 4-ാം വചനം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഇൻ ദെയർ കേസ് ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡഡ് ദ മൈൻഡ്സ് ഓഫ് ദ അൺബിലീവേഴ്സ് ടു കീപ് ദം ഫ്രം സീയിങ് ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ദ ഗ്ലോറി ഓഫ് ക്രൈസ്റ്റ് ഹു ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ്. ഈ വചനഭാഗം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൂ. നമ്മൾ പലർക്കും അത് മനപ്പാടം അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഈ വചനഭാഗവും ഞാൻ മുമ്പ് പറഞ്ഞ ഇതിന് തൊട്ട് മുമ്പിലത്തെ 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വചനവുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഒരു വചനമെടുത്ത് മാത്രം ധ്യാനിക്കാതെ ഈ വചനഭാഗങ്ങളെല്ലാം എടുത്ത് ധ്യാനിക്കുമ്പോൾ കർത്താവ് അതിൻ്റെ ചുരുളഴിച്ചു തരും. നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഇതിൻ്റെ റെഫറൻസ് ആയിട്ടുള്ള പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളും കാണും.
അപ്പോൾ നമുക്ക് ശ്രദ്ധയോടെ അത് ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കാം. പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം ഞങ്ങളെ പുതിയ ഒരു ഉടമ്പടിയുടെ ശുശ്രൂഷകരാക്കുവാൻ തക്കവിധത്തിൽ ബലപ്പെടുത്തി. God made us competent to be ministers of a new covenant. ഇനി ആ കവനൻറ്റിൻ്റെ പ്രത്യേകത, ആ ഉടമ്പടിയുടെ പ്രത്യേകത ആ വാക്യത്തിൽ തന്നെ പിന്നീട് പറയുകയാണ്: എ കവനൻറ്റ് നോട്ട് ഓഫ് ലെറ്റർ ബട്ട് ഓഫ് സ്പിരിറ്റ്. എഴുതപ്പെട്ട കവനൻ്റ് അല്ല, ആത്മാവിൻ്റെ ഉടമ്പടിയാണ്. എന്തെന്നാൽ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. മലയാളത്തിലത് എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, എന്നാൽ ആത്മാവ് ജീവിപ്പിക്കുന്നു, ജീവൻ നൽകുന്നു. അപ്പോൾ എഴുതപ്പെട്ട നിയമം, ആ നിയമത്തിൻ്റെ ഉടമ്പടി നമുക്കറിയാം, അത് മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് കൊടുത്ത 10 കൽപ്പനകളുടെ ഉടമ്പടിയാണ്. അത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 27 മുതലുള്ള തിരുവചനങ്ങളിലാണ്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയേക്കുന്നത്: കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക, നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 രാവും 40 പകലും കർത്താവിനോടുകൂടെ ചെലവഴിച്ചു. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. അപ്പോൾ പഴയ നിയമത്തിലെ ആ മോശയുമായിട്ടുള്ള ഉടമ്പടി, അത് ഇസ്രായേൽ ജനത്തിനുള്ള ഉടമ്പടിയാണ്. അത് കൽപ്പലകകളിൽ എഴുതിയ പ്രമാണമാണെന്നാണ് നമ്മളിവിടെ ഇപ്പം വായിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 2 കൊറിന്തോസ് 3-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്: എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു. അതായത് ആ 10 കൽപ്പനകളിൽ എഴുതപ്പെട്ട്, അതാണ് ഉടമ്പടിയായിട്ട് കൊടുക്കുന്നത്. എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു. ദ ലെറ്റർ കിൽസ് ബട്ട് ദ സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പം പൗലോസ്ലീഹ പറഞ്ഞേക്കുന്നത്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ ദൈവം ഞങ്ങളെ യോഗ്യരാക്കിയിരിക്കുന്നു. പുതിയ ഉടമ്പടി ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ ഉടമ്പടിയാണ്, ആത്മാവിൻ്റെ ശുശ്രൂഷ. പഴയ ഉടമ്പടി എഴുതപ്പെട്ട നിയമമാണ്, അത് മൃതിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ കാരണം, 10 കൽപ്പനകൾ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗമെടുത്ത് വായിക്കണം. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലാണ് നമ്മൾ മോശയെ ദൈവം സീനായ് മലയിലേക്ക് ഈ കൽപ്പന നൽകാൻ വിളിക്കുന്നത് നമ്മൾ കാണുന്നത്. പിന്നെ കൽപ്പന നൽകിയ ഭാഗം നമ്മൾ കാണുന്നത് 34-ാമത്തെ അധ്യായത്തിലുമാണ്. 24-ാം അധ്യായത്തിനും 34-ാം അധ്യായത്തിനും ഇടയിൽ ദൈവം മലയിൽ വെച്ച് മോശയോട് ഈ ഉടമ്പടിയുടെ കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ കാണും, 1-ാമത്തെ കൽപ്പന, ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ, മറ്റ് ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പോൾ അവിടെ ആ കൽപ്പനകളൊക്കെ പിന്നീട് നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അവിടെ പറയാണ്, എന്നെ വെറുക്കുന്നവരുടെ 3ഉം 4ഉം തലമുറകൾ വരെയുള്ള മക്കളെ അവരുടെ പിതാക്കന്മാരുടെ തിന്മ മൂലം ശിക്ഷിക്കുന്ന അസഹിഷ്ണുവായ ദൈവമാണ് ഞാൻ. അതുപോലെ ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നതിനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല. സാപത്ത് അശുദ്ധമാക്കുന്നവനെ വധിച്ചു കളയണം. ഈ 24 മുതൽ 34 വരെയുള്ള പുറപ്പാട് അധ്യായങ്ങളിൽ
അതെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. അതുപോലെ നിയമാവർത്തനം 5-ാം അധ്യായത്തിലും. അപ്പോൾ 10 കൽപ്പനകൾ എടുത്താൽ നമുക്ക് കാണാം എല്ലാം അരുത് അരുത് അരുത്. അത് ചെയ്താൽ നീ ശിക്ഷിക്കപ്പെടും, നീ മരിക്കും. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു. അതായത് എഴുതപ്പെട്ട നിയമം മരണത്തിലേക്ക് നയിക്കുന്നു. ആ നിയമങ്ങളെല്ലാം അനുസരിച്ചില്ലെങ്കിൽ മരണമാണ്. ഒരു മനുഷ്യനും സാധാരണഗതിയിൽ ഈ നിയമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കുകയില്ല. കാരണം ആ നിയമം അനുസരിക്കാൻ വേണ്ട ഒരു ശക്തി അവനിലില്ല. അതുകൊണ്ട് ഈ നിയമത്തിൻ്റെ ശുശ്രൂഷ, സീനായ് മലയിലെ ഉടമ്പടി ശുശ്രൂഷ, അത് മൃതിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ആ വചനം 3-ാം അധ്യായം 2 കൊറിന്തോസ് 3, ദ ലെറ്റർ കിൽസ് ബട്ട് സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. അതായത് 10 പ്രമാണങ്ങൾ അനുസരിക്കാത്ത പക്ഷം അത് നമ്മെ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ, ക്രിസ്തു വന്നതിന് ശേഷം ക്രിസ്തു കാൽവരിമലയിൽ യാഗമായി തന്നെ അർപ്പിച്ച് ഉദ്ധിതനായ ശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടതിനാൽ പുതിയ ഉടമ്പടി ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ മൃതിപ്പെടുത്തുന്ന ശുശ്രൂഷയില്ല. അത് മരണത്തിലേക്കല്ല നയിക്കുന്നത്. ആത്മാവിൻ്റെ ശുശ്രൂഷ ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ 2 കൊറിന്തോസ് 3:6, ഹു ഹാസ് മെയ്ഡ് us competent to be ministers of a new covenant, not of letter but of spirit. എഴുതപ്പെട്ട നിയമത്തിൻ്റെ എഴുതപ്പെട്ട നിയമത്തിൻ്റെ ഉടമ്പടിയുടെ ശുശ്രൂഷകരായല്ല ഞങ്ങളെ നിയമിച്ചത്, ബട്ട് ഓഫ് സ്പിരിറ്റ്, ആത്മാവിൻ്റെ ശുശ്രൂഷ. അതിനാണ് പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരെ, അതിൻ്റെ പിന്തുടർച്ചക്കാരെ, നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് ഈ ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് മാമോദിസ സ്വീകരിച്ച നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് 3-ാം അധ്യായം തന്നെ 7 മുതലുള്ള വചനങ്ങൾ, ഈ മരണപ്പെടുത്തുന്ന ശുശ്രൂഷ അത് കൽപ്പലകളിൽ രേഖപ്പെടുത്തി ദൈവം തന്ന ആ ഉടമ്പടി പൂർണ്ണമായിട്ടും മനുഷ്യന് അനുസരിക്കാൻ പറ്റാത്തതിനാൽ അത് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. നൗ ഇഫ് ദ മിനിസ്ട്രി ഓഫ് ഡെത്ത് ചിസൽഡ് ഇൻ ലെറ്റേഴ്സ് ഓൺ സ്റ്റോൺ ടാബ്ലറ്റ്സ് കെയിം ഇൻ ഗ്ലോറി, അതായത് കൽപ്പലയിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിലാണ് നൽകപ്പെട്ടത്. അങ്ങനെ പറയാൻ കാരണം ആ നിയമം നൽകപ്പെട്ടപ്പോൾ മോശ അത് കയ്യിൽ കൊണ്ടുവന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. അതുകൊണ്ട് ഇസ്രായേൽക്കാർക്ക് മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റിയില്ല. അഹ്റോനും ശ്രേഷ്ഠന്മാരും ഭയപ്പെട്ടു എന്നാണ് മോശ സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. ഈ ഗ്ലോറി, ഈ മുഖം പ്രകാശിക്കുന്നത് കണ്ട് അഹ്റോനും ശ്രേഷ്ഠന്മാരും ഭയപ്പെട്ടു, ഇസ്രായേൽ ജനം മുഴുവൻ ഭയപ്പെട്ടു. പൗലോസ്ലീഹ പറയാണ്, അങ്ങനെയെങ്കിൽ എഴുതപ്പെട്ട നിയമത്തിൻ്റെ ശുശ്രൂഷ, അതായത് അത് മരണത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷ, മരണത്തിൻ്റെ നിയമം അത് തേജസ്സിലാണ് നൽകപ്പെട്ടതെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. 2 കൊറിന്തോസ് 3:8 അത്. ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കും.
അപ്പം നമ്മൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിലെന്തുമാത്രം പ്രകാശമാണ്, എന്തുമാത്രം മഹത്വമേറിയ ശുശ്രൂഷയാണെന്നാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റോമലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, സുവിശേഷം പ്രസംഗിക്കുന്നവൻ്റെ പാദങ്ങൾ എത്ര മനോഹരം. ആ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ് അവൻ ചെയ്യുന്നത്. സുവിശേഷ വേല ചെയ്യുന്ന ഓരോ ശുശ്രൂഷകരും മമ്മൂസയിൽ വിശ്വാസം സ്വീകരിച്ച നമ്മൾ ഓരോരുത്തരും അതിന് വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്നാണ് റോമലേഖനം 10-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ 2 കൊറിന്തോസ് 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ, അത് 11 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ പുതിയ നിയമത്തിലെ ഉടമ്പടിയുടെ ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നമ്മളിലൂടെ നടക്കപ്പെടുന്നത്, മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്നത് എത്രയേറെ തേജസ്സുറ്റതാണ്. ഇനിയാണ് നമ്മൾ ധ്യാനിക്കുന്ന വചനത്തിലേക്ക് നമ്മൾ വരികയാണ്. 13-ാമത്തെ തിരുവചനം, 2 കൊറിന്തോസ് 3:13. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലെ അല്ല ഞങ്ങൾ. വി ആർ നോട്ട് ലൈക്ക് മോസസ് ഹു പുട്ട് എ വെയിൽ ഓവർ ഹിസ് ഫേസ് ടു കീപ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഫ്രം ഗേസിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്ലോറി ദാറ്റ് വാസ് ബീയിങ് സെറ്റ് അസൈഡ്. നമ്മൾ ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതലുള്ള വചനങ്ങൾ വായിച്ചിട്ടാണ്. 29 മുതൽ 35 വരെ. അപ്പം ഇങ്ങനെയാണ്: മോസസ് കെയിം ഡൗൺ ഫ്രം മൗണ്ട് സീനായി. ആസ് ഹി കെയിം ഡൗൺ ഫ്രം ദ മൗണ്ടൻ വിത്ത് 2 tablets ഓഫ് ദ കവനന്റ് ഇൻ ഹിസ് ഹാൻഡ്, മോസസ് ഡിഡ് നോട്ട് നോ ദാറ്റ് ദ സ്കിൻ ഓഫ് ഹിസ് ഫേസ് ഷോൺ because he had been talking with God. 2 സാക്ഷ്യഫലങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. എന്നാൽ മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്ത് ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ഇസ്രായേൽ ജനം മുഴുവൻ മോശയുടെ അടുത്ത് ചെന്നു. സീനായ് മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ച് തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. 34-ാമത്തെ തിരുവചനം, അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അത് ഇംഗ്ലീഷ് ബൈബിളിൽ കുറച്ചുകൂടെ വ്യക്തമാണ്. ബട്ട് വെൻ എവർ മോസസ് വെൻറ്റ് ഇൻ ബിഫോർ ദ ലോർഡ് ടു സ്പീക്ക് വിത്ത് ഹിം, he would take the veil off until he came out. And when he came out and told the Israelites that what he had been commanded, the Israelites would see the face of Moses, that the skin of his face was shining. And Moses put on the veil on his face again until he went in to speak with God. അതായത് മോശയുടെ മുഖം കർത്താവിനെ കണ്ട് തിരിച്ചു വരുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് അഹ്റോനും നേതാക്കന്മാരും ഭയപ്പെട്ടു. അപ്പോൾ മോശയെ തൊട്ട് അറിഞ്ഞിരുന്നുമില്ല. എന്നാൽ അഹ്റോനും നേതാക്കന്മാരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ മോശയ്ക്ക് മനസ്സിലായി മോശയുടെ മുഖത്ത് ഒരു തേജസ്സുണ്ട്. മോശ അന്നേരം തിരിച്ചറിയുകയാണ്. അപ്പോൾ മോശ അവരെ വിളിച്ചപ്പോൾ അവർ അടുത്ത് ചെന്നു. ആ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, അതായത് കർത്താവ് മലയിൽ വെച്ച് സംസാരിച്ച കൽപ്പനകളുടെ വിശദാംശങ്ങൾ ഈ ശ്രേഷ്ഠന്മാരോടും ഇസ്രായേൽ ജനത്തോടും മുഴുവൻ മോശ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു കൊണ്ടിരിക്കുക, ഷൈനിങ് ഫേസ്. അപ്പോൾ ഈ തിരോധാനം, അതായത് ഈ പ്രകാശമാനമായ മുഖത്തിൻ്റെ പ്രകാശം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശം സംസാരിച്ച് തീർന്നപ്പോൾ ഈ മങ്ങൽ കാണാതിരിക്കാൻ മോശ
മുഖത്ത് മുഖാവരണമിട്ടു, മുഖം മറച്ചു ഒരു മൂടുപടം കൊണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മോശ മുഖം മറയ്ക്കുന്നില്ല. സംസാരിച്ച് തീർന്നപ്പോൾ മോശ മുഖം മറച്ചു. പിന്നെ എഴുതിയേക്കുന്നത് തിരിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വീണ്ടും കർത്താവ് വിളിക്കുമ്പം സംസാരിക്കാൻ കയറിപ്പോകുന്നവരെ ഈ മൂടുപടം ഇട്ടാണ് മോശ അവിടെ നിൽക്കുന്നത്. കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും മോശ മൂടുപടം മാറ്റും, കർത്താവിനോട് നേരിട്ട് സംസാരിക്കും, അവൻ്റെ മുഖം പ്രകാശമാനമാകും. ആ പ്രകാശമാനമായ മുഖത്തോട് വീണ്ടും മോശ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ കാണും. അപ്പോൾ അവർ പ്രകാശിച്ചിരിക്കുന്ന മോശയുടെ മുഖം കാണും. അവരോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മുഖത്തെ പ്രകാശം മങ്ങും. അപ്പോൾ സംസാരം തീർന്നു കഴിഞ്ഞ പാടെ മോശ വീണ്ടും എന്തു ചെയ്യും? ഈ മൂടുപടം അണിയും. അതാണ് പുറപ്പാട് 35 തിരുവചനത്തിൽ മോസസ് വുഡ് പുട്ട് ദ വെയിൽ ഓൺ ഹിസ് ഫേസ് അഗെയിൻ അണ്ടിൽ ഹി വെൻറ്റ് ഇൻ ടു സ്പീക്ക് വിത്ത് ദ ഗോഡ്. മോശ വീണ്ടും ദൈവത്തിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ തിരിച്ചു ചെല്ലുന്നവരെ ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ മുഖാവരണോടും. എന്താണ് ഉദ്ദേശം? ഈ മുഖത്തെ തേജസ് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്രായേൽക്കാർ കാണാൻ പാടില്ല. ആ മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ് ഇസ്രായേൽക്കാർ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 3:13 പറയുകയാണ്, ഞങ്ങൾ ധൈര്യമുള്ളവരാണ്, കാരണം ഞങ്ങൾ ചെയ്യുന്നത് പുതിയ ഉടമ്പടിയുടെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, അതായത് ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്. 13 തിരുവചനം മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം, അതായത് തേജസ് മറഞ്ഞു പോകുന്നത് ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലെയല്ല ഞങ്ങൾ. അതായത് ഞങ്ങളുടെ മുഖത്ത് നിന്ന് ഈ തേജസ് മങ്ങിപ്പോകുന്നില്ല. ഞങ്ങൾ പുതിയ ഉടമ്പടിയുടെ ആത്മാവിൻ്റെ ശുശ്രൂഷകരായതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച തേജസ് എപ്പോഴും നിലനിൽക്കുന്നു. അപ്പം ഞങ്ങൾക്ക് മൂടുപടം ധരിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ തേജസ് മങ്ങുന്നില്ല. വീണ്ടും പറയുകയാണ്, അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു ഇസ്രായേൽക്കാരുടെ. 14 തിരുവചനമാണ് 2 കൊരിന്തോസ് 3:14. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. അതായത് അവരുടെ മുഖത്ത്, അവരുടെ ഹൃദയത്തിൽ ഒരു മൂടുപടം അവശേഷിക്കുകയാണ്. മോശയുടെ നിയമം വായിക്കുമ്പോഴെല്ലാം ഇംഗ്ലീഷ് ബൈബിളിലത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 15 തിരുവചനം, ഇൻഡീഡ് ടു ദിസ് വെരി ഡേ വെനെവർ മോസസ് ഈസ് റെഡ് എ വെയിൽ ലൈസ് ഓവർ ദെയർ മൈൻഡ്സ്. എപ്പോഴൊക്കെ മോശയുടെ ഈ പുസ്തകം, ഉടമ്പടി പുസ്തകം വായിക്കുന്നോ അപ്പോഴൊക്കെ അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടപ്പുണ്ട്. ഇനിയാണ് നമ്മൾ ഈ വീഡിയോയിലെ ധ്യാന വിഷയമാക്കുന്ന വചനം 16 തിരുവചനം. അതാണ് ഏറ്റവും പ്രധാനം. ബട്ട് വെൻ വൺ ടേൺസ് ടു ദ ലോഡ് ദ വെയിൽ ഈസ് റിമൂവ്ഡ്. നമുക്കത് ആ വചനം ആവർത്തിക്കാം. ബട്ട് വെൻ വൺ ടേൺസ് ടു ദ ലോഡ് ദ വെയിൽ ഈസ് റിമൂവ്ഡ്. എന്നാൽ ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ, അതായത് യേശുക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം മാറ്റപ്പെടുന്നു. 17 തിരുവചനം, ലോഡ് ഈസ് സ്പിരിറ്റ് ആൻഡ് വേർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് ദർ ഈസ് ഫ്രീഡം. അതായത് ദൈവം കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 18 തിരുവചനം, ഓൾ ഓഫ് us with unveiled faces seeing the glory of the Lord as though reflected in a mirror are being transformed into the same image from one degree of glory to another, for this comes from the Lord the Spirit. ആ വചനത്തിലാണ്
അതിൻ്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. അതായത് പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷയല്ല. പഴയ ഉടമ്പടിയുടെ ശുശ്രൂഷ ചെയ്തപ്പോൾ മോശയുടെ മുഖത്തെ തേജസ് അല്പസമയം കഴിഞ്ഞപ്പോൾ മങ്ങിപ്പോയി. അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച് തീർന്ന ഉടനെ മോശ മുഖത്ത് മൂടുപടമിട്ടു. അതുകൊണ്ട് ദൈവസാന്നിധ്യം വീണ്ടും അവർക്ക് ഫലത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം ഇസ്രായേൽക്കാർക്ക്. അതുകൊണ്ട് ആ വചനം പറഞ്ഞത്, എപ്പോഴൊക്കെ മോശയുടെ നിയമം അവർ വായിക്കുന്നുവോ, വെന്നെവർ ദ മോസസ് ഈസ് റെഡ്, whenever they hear the reading of the old covenant, the same veil is still there. A veil lies over their minds. അപ്പോൾ പഴയ ഉടമ്പടി വായിക്കുമ്പോഴെല്ലാം ഇസ്രായേൽക്കാരുടെ മനസ്സിൽ ഈ ആവരണം കിടക്കുകയാണ്. കാരണം മോശ ഇത് തൻ്റെ മുഖത്തെ തേജസ് വറ്റിപ്പോകുന്നത്, മങ്ങിപ്പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഈ മൂടുപടം മറച്ചപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഇസ്രായേൽ ജനത്തിന് ഫലത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ മോശ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനുഭവമുണ്ട്, കാരണം മോശയുടെ മുഖത്ത് തേജസ്സുണ്ട്. അത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുക. പിന്നെ തൊട്ടടുത്ത വചനത്തിലാണ് പറഞ്ഞത്, എന്നാൽ ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ ഈ ആവരണം നീക്കപ്പെടുന്നു, ഈ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നാം എല്ലാവരും, അതായത് പുതിയ നിയമത്തിലെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ആൻഡ് ഓൾ ഓഫ് us വിത്ത് അൺവെയിൽഡ് ഫേസസ് സീയിങ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ആസ് ദോ റിഫ്ലക്റ്റഡ് ഇൻ എ മിറർ ആർ ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ സെയിം ഇമേജ് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഗ്ലോറി ടു ദ അനദർ. അതായത് ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച നമ്മൾ, ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി, ഉത്ഥാനം വഴി പരിശുദ്ധാത്മാവിനെ ലഭിച്ച നമ്മൾ, നമ്മുടെ മുഖത്തെ തേജസ് മോശയുടെ മുഖത്തെ പോലെ മാറിപ്പോകുന്നില്ല. ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ്. ആ തേജസ് നിലനിൽക്കുകയാണ്, അത് ഫെയ്ഡ് ചെയ്യുന്നില്ല. ആ തേജസ് ഒരു കണ്ണാടിയിലെന്ന പോലെ ദൈവ തേജസ് മുഖത്ത് പ്രതിഫലിക്കുന്ന നാം, ആത്മാവിൽ നിറഞ്ഞ നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അതേ മഹത്വത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം വഴി ഓരോ ദിവസവും 1 ഡിഗ്രി ഓഫ് ഗ്ലോറി ടു അനദർ, മഹത്വത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിഞ്ഞാൽ, പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. എട്ടാം അധ്യായം 31-32 വചനങ്ങളിൽ കർത്താവ് വീണ്ടും പഠിപ്പിക്കും, ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ വേർഡ്സ് യു ആർ മൈ ട്രൂ ഡിസൈപ്പിൾസ്, യു വിൽ നോ ദ ട്രൂത്ത് ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അതായത് എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾ യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരും, എൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിത്തീരും. അപ്പോൾ നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും.
ഈ സ്വാതന്ത്ര്യത്തിലാണ് ശരിക്കും നമ്മൾ കർത്താവിലേക്ക് തിരിയുന്നത്. അതെങ്ങനെയാണ്? നമ്മുടെ പാപങ്ങൾ കഴുകിക്കഴിഞ്ഞ് അതിന് സഹായമാകുന്ന കർത്താവിൻ്റെ പ്രബോധനമാണ്. നിങ്ങളെൻ്റെ കൽപ്പനകളിൽ നിലനിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരായിത്തീരും. അപ്പം നമ്മൾ ലോകത്തിൻ്റെ വഴികൾ വിട്ട് കർത്താവിലേക്ക് തിരിയും. അങ്ങനെ തിരിയുമ്പം സത്യം നമ്മൾ അറിയും. യശോദ പറഞ്ഞു, യോഹന്നാൻ 8:31-32, സത്യം നമ്മളെ സ്വതന്ത്രരാക്കും. എന്തിൽ നിന്നാണ് സ്വതന്ത്രമാക്കുന്നത്? പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്തി അവൻ്റെ മഹത്വത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൽ നിന്ന് ഒരു ഡിഗ്രി മഹത്വത്തിൽ നിന്ന് അടുത്ത ഡിഗ്രിയിലേക്ക്, അങ്ങനെ വീണ്ടും വീണ്ടും മഹത്വത്തിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്തപിച്ച് മാപ്പ് ചോദിച്ച് അനുതപിച്ച് പാപങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ നേടി യേശുവിലേക്ക് തിരിയണം. അതിനുള്ള ശക്തി കർത്താവ് നമ്മുടെ ഉള്ളിൽ അഭിഷേകമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. പണ്ട് ഇസ്രായേൽക്കാർ നിയമം കൊടുക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അവർക്കില്ല. അതാ പൗലോസ്ലീഹ പറഞ്ഞ്, നിയമം പാപത്തെക്കുറിച്ച് അറിവ് നൽകുന്നേ ഉള്ളൂ, പാപം ചെയ്യാതിരിക്കാൻ സഹായകമാകുന്നില്ല. പാപത്തെക്കുറിച്ച് അറിവ് നൽകുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭയത്തിൽ ആ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഒരു പരിധി വരെ സാധിച്ചേക്കാം. എന്നാൽ ആ പാപം ചെയ്യാതിരിക്കാൻ പൂർണ്ണമായൊരു പ്രേരണ നിയമം നൽകുന്നില്ല. പക്ഷെ നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ട് മാമോദിസയിൽ നാം ക്രിസ്തുവിനോടൊപ്പം നമ്മിലെ പഴയ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, മരിച്ചു എന്നാണ് പറയുന്നത്, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയയല്ല, നമ്മുടെ ഒരു ദീർഘനാളത്തെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലെ പഴയ മനുഷ്യ സ്വഭാവങ്ങൾ, ആസക്തികളുടെ, വഞ്ചനയുടെ, അത്യാഗ്രഹത്തിൻ്റെ, ജഡികാസക്തികളുടെ എല്ലാം സ്വഭാവങ്ങൾ യേശുക്രിസ്തുവിനോട് മരിക്കും. മാമോദിസയിൽ ശിശുവായിരിക്കുമ്പം പൂർണ്ണമായിട്ടും നമ്മളത് ആ പ്രക്രിയ മരിക്കപ്പെടുന്നില്ല, പഴയ സ്വഭാവം മരിക്കുന്നില്ല. പക്ഷേ അത് മാമോദിസയിലാണ് സംഭവിച്ചത്. അത് പിന്നീട് നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയുമ്പോൾ ആ മരണം പടിപടിയായി സംഭവിച്ച് അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ ഉത്ഥിതനായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ, അത് പരിശുദ്ധാത്മാവിലൂടെ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ അതേ സമയം നിറയുന്നത് കൊണ്ട് ഈ പാപബന്ധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കൃപ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും കർത്താവ് നമ്മുടെ ഉള്ളിൽ വെച്ച് തരും. അതാണ് ജെറമ്യായിൽ പറയുന്ന പുതിയ ഉടമ്പടി, ഞാൻ അവരുമായി ആ കാലഘട്ടത്തിന് ശേഷം ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകും, എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ എഴുതും. ഉള്ളിൽ എഴുതി വെക്കുക, കൽപ്പനകളിലല്ല, ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ എഴുതുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് എഴുതുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ പുറത്തെഴുതിയ കൽപ്പലകയിലെ നിയമത്തെ നോക്കി അല്ല ജീവിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ ശക്തമായ പരിശുദ്ധാത്മ പ്രചോദനം. അങ്ങനെ ജീവിച്ച് കഴിയുമ്പോൾ ഒരുവൻ യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിയും. അങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ മൂടുപടം നീങ്ങും, അവൻ്റെ മനസ്സിലെ മൂടുപടം പൂർണ്ണമായിട്ട് നീങ്ങും, മുഖം പ്രകാശിക്കും. തുടർന്ന് പൗലോസ്ലീഹ 4-ാം അധ്യായത്തിൽ, 3-ാം അധ്യായം നമ്മളിപ്പം കണ്ടത്, അതിൻ്റെ അവസാന ഭാഗം 4-ാം അധ്യായത്തിൽ 3-4 തിരുവചനങ്ങളിൽ പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്കാണ്. അവരുടെ കാര്യത്തിൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്മൂലം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ദൃശ്യമാകാത്തത്? ഈ വെയിൽ കിടക്കുന്നത് കൊണ്ടാണ്, ഈ മൂടുപടം കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ഞങ്ങളുടെ ഗോസ്പൽ, ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ വെയിലെന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. അന്നേരം അത് മറ്റേ 2 കൊറിന്തോസ് 3 ഈ 16-ാമത്തെ തിരുവചനം, ഒരുവൻ കർത്താവിലേക്ക് നീങ്ങുമ്പോൾ ദ വെയിൽ ഈസ് റിമൂവ്ഡ്, മൂടുപടം നീക്കപ്പെടുന്നു. അത് 2 കൊറിന്തോസ് 4:4 വരുമ്പം 3-4 വചനങ്ങൾ, ആൻഡ് ഈവൻ ഇഫ് അവർ ഗോസ്പൽ ഈസ് വെയിൽഡ്, ഇറ്റ് ഈസ് വെയിൽഡ് ടു ദോസ് ഹു ആർ പെരിഷിംഗ്. ഇൻ ദെയർ കേസ് God of this world has blinded the minds of unbelievers to keep them from seeing the light of gospel of glory of Christ, who is the image of God. അപ്പം ഈ വെയിൽ നമ്മുടെ മനസ്സിൽ കിടക്കാൻ നമുക്ക്
എപ്പോഴും പ്രേരണ തരുന്നത് ഈ ലോകത്തിൻ്റെ ദേവൻ, അത് നമുക്കറിയാം, സാത്താൻ, പിശാച്. അപ്പം വിശ്വാസം സ്വീകരിക്കാത്ത ഒരുവൻ അവരുടെ മനസ്സിനെ, അതാണ് അവിശ്വാസിയായ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈവൻ മാമോദിസ സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്നവരാണെങ്കിൽ പോലും നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. പരിശുദ്ധാത്മ ശക്തിയോടുകൂടി നമ്മിലെ പഴയ മനുഷ്യനെ പൂർണ്ണമായിട്ടും പഴയ സ്വഭാവത്തെ നീക്കി കളഞ്ഞില്ലെങ്കിൽ നമ്മളെന്താണ്? നമ്മൾ ഫലത്തിൽ വിശ്വാസം സ്വീകരിച്ചില്ലാത്തവരെ പോലെ തന്നെ അവിശ്വാസിയാണ്. അതുകൊണ്ട് ആ വചനം 2 കൊരിന്തോസ് 4:4 അത് നമുക്കും ബാധകമാണ്. യഥാർത്ഥമായൊരു വിശ്വാസത്തിൻ്റെ അനുഭവമില്ലെങ്കിൽ എന്തു പറ്റും? ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയത് മൂലം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല, അവർക്ക് കാണപ്പെടുന്നില്ല. അപ്പം ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് യാതൊരു ഭാവഭേദവും ഇല്ല. നമുക്കൊരു നിസ്സംഗതയാണ്. ഇതെന്തോ എഴുതപ്പെട്ട കഥയോ അല്ലെങ്കിൽ ഒരു നോവലോ എന്തോ ഒന്ന് വായിക്കുന്ന ഒരു അനുഭവം, ഒരു നല്ല പുസ്തകമാണെന്നറിയാം, അതിലുപരി ഒരു ബോധ്യം കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? നമ്മൾ ശരിക്കും കർത്താവിലോട്ട് തിരിഞ്ഞിട്ടില്ല. കർത്താവിലോട്ട് തിരിയാന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ മനുഷ്യനെ മാറ്റി, അത് പിന്നീട് 5-ാം അധ്യായത്തിൽ 2 കൊരിന്തോസ് 5 നമ്മൾ കാണും, അത് ചുരുക്കമായിട്ട് കാണും. അപ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ കർത്താവിലേക്ക് തിരിയേണ്ടത്? അത് നമ്മൾ അടുത്ത കുറച്ച് വചനങ്ങൾ അല്പസമയം കൊണ്ട് ആ വചനഭാഗം ധ്യാനിക്കും. നമ്മൾ തിരിയണമെങ്കിൽ നമ്മളീ പഴയ സ്വഭാവം പരിശുദ്ധാത്മ ശക്തിയോട് ഉരിഞ്ഞു മാറ്റണം. ആ മാറ്റൽ നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കണ്ണ് വീണ്ടും ലോകത്തിലേക്കാണ്. അങ്ങനെ ലോകത്തിലേക്ക് നോക്കിയിരിക്കുമ്പം വിശ്വാസം സ്വീകരിച്ചവനായാൽ പോലും ലോകത്തിൻ്റെ ചിന്തയിലേക്കാണ് നീങ്ങിയിരിക്കുന്നെങ്കിൽ ലോകത്തിൻ്റെ ദേവൻ പിശാചാണ്. ആ പിശാച് നമ്മുടെ മനസ്സിനെ അന്ധമാക്കും. നമ്മൾ വിചാരിക്കും നമ്മുടെ കണ്ണുകൾ പ്രകാശമുള്ളതാണെന്ന്, പക്ഷെ നമ്മുടെ കണ്ണുകൾ അന്ധമായിരിക്കും. അങ്ങനെ വരുമ്പം നമുക്ക് ഈ സുവിശേഷം വായിക്കുമ്പോഴോ ദിവ്യബലിയിൽ പങ്കുചേരുമ്പോഴോ മറ്റു കൂദാശകർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോഴോ ഒന്നും, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയിലോ കുടുംബ പ്രാർത്ഥനയിലോ ഒന്നും എന്താണ്, ഈ പ്രകാശം നമുക്ക് കിട്ടത്തില്ല, ദൈവാനുഭവം കിട്ടത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ മനസ്സിനെ അന്ധമാക്കിയ ഒരു മനസ്സ്, അല്ലെങ്കിൽ അന്ധമാക്കിയ ഒരു കണ്ണ് പിന്നീട് എങ്ങനെയാണ് പുറത്തെ കാഴ്ച കാണുന്നത്? യഥാർത്ഥമായ കാഴ്ച തെളിയണമെങ്കിൽ ക്രിസ്തു നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ ഒരു വ്യക്തി, അതായത് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അവൻ്റെ മുഖാവരണം, മൂടുപടം നീക്കപ്പെട്ടു. കാരണം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രപഞ്ചോത്പത്തിയിൽ പറഞ്ഞ ദൈവം തന്നെ അവനെ പ്രകാശിപ്പിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും. ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൃശ്യമായ ദൈവമഹത്വത്തിൻ്റെ കുറിച്ചുള്ള അറിവിൻ്റെ പ്രകാശം കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പ്രപഞ്ചോൽപത്തിയിൽ പറഞ്ഞ ദൈവം, അത് ഉൽപ്പത്തിയിൽ നമ്മൾ കാണും, ഉൽപ്പത്തിയുടെ ആദ്യ അധ്യായങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ. ആ പറഞ്ഞ ദൈവത്തിൻ്റെ വാക്ക് തന്നെയാണ് പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷ സ്വീകരിച്ച നമ്മെ ഓരോരുത്തരെയും പ്രകാശിപ്പിക്കുന്നത്. അതാണ് നമ്മൾ 2 കൊരിന്തോസ് 4:6 കാണുന്നത്. ഇറ്റ് ഈസ് ദ ഗോഡ് ഹു സെഡ് ലെറ്റ് ദ ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, ഹു ഹാസ് ഷോൺ ഇൻ അവർ ഹാർട്ട്സ് ടു ഗീവ് ദ ലൈറ്റ് ഓഫ് നോളജ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ മുഖത്തെ തേജസ്സിനെക്കുറിച്ചുള്ള അറിവ് നൽകി നമ്മെ പ്രകാശിപ്പിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പ്രപഞ്ചോൽപത്തിയിൽ ഇരുളിൽ നിന്ന് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം തന്നെയാണെന്നാണ് പൗലോസ്ലീഹ ഈ 4-ാം അധ്യായം 6-ാം വചനത്തിൽ സമർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ വെളിച്ചമായി മാറിക്കഴിഞ്ഞു. ഇനി മങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രകാശമല്ല, നമ്മുടെ മുഖത്ത് മുഴുവൻ നിലനിൽക്കുന്ന പ്രകാശം വരും. കാരണം ഹൃദയം ജ്വലിച്ചു നിൽക്കുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജ്വലിച്ചു നിൽക്കുക. നമ്മളുടെ പഴയ മനുഷ്യൻ ദൂരെ എറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ സുവിശേഷം 8:12 ഈശോ പറയുകയാണ്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഹൂ എവർ ഫോളോസ് മീ വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ് ബട്ട് വിൽ ഹാവ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ, എന്നെ ഫോളോ ചെയ്യുന്നവൻ
ഒരിക്കലും അന്ധകാരത്തിൽ നടക്കില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ട്. അപ്പോൾ ഈശോയിലേക്ക് തിരിഞ്ഞവൻ, വീണ്ടും ആ വചനം ഓർക്കുക, 2 കൊറിന്തോസ് 3:16, വെൻ വൺ ടേൺസ് ടു ദ ലോഡ് ദ വെയിൽ ഈസ് റിമൂവ്ഡ്. ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം മാറ്റപ്പെടുന്നു. അപ്പം യേശുവിനെ ഫോളോ ചെയ്യുമ്പോൾ, യേശുവിലേക്ക് തിരിഞ്ഞ് യേശുവിനെ അനുഗമിക്കുമ്പോൾ, ഈശോ യോഹന്നാൻ 8:12 പറയുകയാണ്, പിന്നെ ഒരിക്കലും നെവർ, ആ വാക്കാണ് ഉദ്ദേശിക്കുന്നത്, ഹി വിൽ നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ്. അവൻ്റെ മുഖത്തെ തേജസ് മോശയുടെ മുഖത്തെ പോലെ മങ്ങി മറിഞ്ഞു പോകുന്നില്ല, നിത്യം നിലനിൽക്കുകയാണ്. നെവർ വാക്ക് ഇൻ ഡാർക്ക്നെസ്. അവന് ജീവൻ്റെ വെളിച്ചമുണ്ട്, അവൻ പ്രകാശിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈശോ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ജന്മനായ അന്ധനായ ഒരുവനെ സുഖമാക്കുമ്പോൾ ഹി വാസ് ബ്ലൈൻഡ് സോ ദാറ്റ് ഗോഡ്സ് വർക്ക് മസ്റ്റ് ബി റിവീൽഡ് ഇൻ ഹിം. അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ വെളിപ്പെടേണ്ടതിനാണ് അവൻ അന്ധനായിരിക്കുന്നത്. ഈശോ ശിഷ്യന്മാരോട് പറയുക. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? മൂടുപടം നീക്കുക ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ കാഴ്ചയില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം, ജന്മനായ അന്ധനായ അവനെ സംബന്ധിച്ചോളം അവൻ്റെ കാഴ്ചയിലെ ആ മൂടുപടം നീക്കുകയാണ്. ശരിക്കും അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? ദൈവം നമ്മിലെ അന്ധകാരം, പാപത്തിൻ്റെ മേഖലയിലെ മൂടുപടം, പാപം നീക്കി നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. അപ്പം ശിഷ്യന്മാരോട് ഈശോ അന്ധനെ സുഖമാക്കാൻ പറയുന്നുണ്ട്. അപ്പം മുഖമാക്കുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ നടക്കേണ്ടതിന്. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്? അത് യോഹന്നാൻ്റെ സുവിശേഷത്തിനെ വീണ്ടും പറയുകയാണ്, ഇതാണ് ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവിടുന്ന് അയച്ചത് ഈശോയാണ്, പിതാവ് അയച്ചത് ഈശോയാണ്. അപ്പോൾ ഈശോയിൽ വിശ്വസിക്കുമ്പോൾ ആ പ്രവൃത്തിയാണ് ഈശോ ആ അന്ധനിൽ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആ അന്ധനെ കണ്ടുമുട്ടുന്ന ഈശോ ചോദിക്കുന്നുണ്ട്, നീ അവനിൽ വിശ്വസിക്കുന്നോ? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഏറ്റു പറയുക. അവിടെയാണ് യഥാർത്ഥമായ സംഭവം, അവന് കാഴ്ച തെളിയുന്നത്. അപ്പം ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി എന്താണ്? യേശുവിൽ വിശ്വസിക്കുക. ആ അന്ധൻ ആത്യന്തികമായിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവന് വേണ്ടിയാണ് അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ മൂടപ്പെട്ടതായി അവൻ ജനിച്ചത്. അവൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് അവൻ പരിപൂർണ സ്വാതന്ത്ര്യം നേടി. അതോടൊപ്പം അവൻ്റെ ഭൗതികമായ കാഴ്ച വീണ്ടും കിട്ടുകയും ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം ഭൗതികമായ കാഴ്ച വീണ്ടും കിട്ടപ്പെട്ടതല്ല, അവൻ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് മോചിതനായി ദൈവത്തെ, യേശുവിനെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് പരിസയ പ്രമാണികൾ അവനോട് ക്വസ്റ്റ്യനിങ് ഒക്കെ നടത്തുമ്പം അവൻ ചോദിക്കുക, പഠിപ്പില്ലാത്തവൻ ചോദിക്കുക, നിങ്ങളും അവനിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ ഒരിക്കലും പാപിയോ ഒരുത്തനും ഒരു മനുഷ്യനും ഈ അന്ധൻ്റെ കണ്ണു തുറക്കാൻ സാധിക്കില്ല. അവൻ ആത്മീയ രഹസ്യങ്ങൾ അവിടെ ആ പരിസയ പ്രമാണികളോട്, ശ്രേഷ്ഠരായ വ്യക്തികളോട് പറഞ്ഞ് സംസാരിക്കുക. അവൻ അത്രത്തോളം വിശ്വാസത്തിലേക്ക് വന്നു. വീണ്ടും പൗലോസ്ലീഹ 4-ാം അധ്യായത്തിൽ 2 കൊറിന്തോസ് 4:7 മുതലുള്ള വചനങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ നിധി ലഭിച്ചിരിക്കുന്നത് കളിമൺ പാത്രങ്ങളിലാണ്. അതായത് പരമമായ ശക്തി ദൈവത്തിൻ്റേതാണെന്ന് വെളിപ്പെടണം, അത് ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല. വി ഹാവ് ദിസ് ട്രഷർ ഇൻ ക്ലേ ജാർസ് so that it may be made clear that this extraordinary power belongs to God and does not come from us. ഞങ്ങളിൽ നിന്നല്ല ഈ ശക്തി വരുന്നത്, ഈ പ്രകാശം വരുന്നത് ഞങ്ങളിൽ നിന്നല്ല, അത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് മൺപാത്രങ്ങളിലാണ് തന്നിരിക്കുന്നത്, അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉടഞ്ഞു പോകാതിരിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. തുടർന്ന് പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എന്നാൽ തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് അവൻ്റെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങൾ സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അതായത് നമ്മുടെ
മരണത്തിന് അധീനമായ ശരീരത്തിൽ യേശു പ്രത്യക്ഷപ്പെടണമെങ്കിൽ, യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷപ്പെടണമെങ്കിൽ നമ്മളിലെ പഴയ മനുഷ്യൻ, മരണത്തിന് കാരണമാകുന്ന നമ്മിലെ പഴയ ദുസ്വഭാവങ്ങൾ, അഹങ്കാരത്തിൻ്റെ, അത്യാഗ്രഹത്തിൻ്റെ, ജഡികാസക്തികളുടെ, സ്വാർത്ഥതയുടെ, ഇതിനെല്ലാം ഈ ഒരുപാട് തിന്മകൾ ഗലാത്യ 5:19 പറയുന്ന പോലെ ആ തിന്മകളെല്ലാം എന്തു ചെയ്യണം? ആ പഴയ സ്വഭാവങ്ങളെല്ലാം മരിക്കുമ്പോൾ നമ്മുടെ ഈ മർത്യ ശരീരത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകും. അവൻ്റെ റെസറക്ഷൻ പവർ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി വെളിപ്പെടും. അതുകൊണ്ട് പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ എപ്പോഴും മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വർത്തിക്കുന്നു. 2 കൊരിന്ത്യർ 4:12 തിരുവചനമാണത്. അതായത് ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. അതിൻ്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തുവിനെ പ്രതി, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരവയവം ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ അവയവം പലപ്പോഴും യേശുക്രിസ്തുവിനെ പ്രതി പീഡിപ്പിക്കപ്പെടുമ്പോൾ അതുവഴി, ആ പീഡനം വഴി ദുർബലമായ മറ്റൊരവയവം, അതായത് യേശുവിൻ്റെ ശരീരത്തിലെ, അതായത് സഭയിലെ ദുർബലമാക്കപ്പെട്ട മറ്റൊരവയവത്തിൽ ജീവൻ പ്രവർത്തിക്കുന്നു. ഇതാണ് ശുശ്രൂഷ, സഭയെ പണിതുയർത്തൽ. അപ്പോൾ സഭയെ പണിതുയർത്തുന്ന ശുശ്രൂഷകരിൽ അവരടിച്ചു വീഴ്ത്തപ്പെടും, തകർക്കപ്പെടും. പക്ഷേ പൂർണ്ണമായിട്ടും അവർ നശിച്ചു പോകുന്നില്ല. അവർ പീഡിപ്പിക്കപ്പെടുന്നെങ്കിലും പരിത്യക്തരാകുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നെങ്കിലും ഭഗ്നാശരാകുന്നില്ല. ഈ രീതിയിലെല്ലാം പീഡനം ഏൽക്കുമ്പോഴും ആ ശുശ്രൂഷയിലൂടെ സഭയുടെ ശരീരത്തിലെ ദുർബലരായ അംഗങ്ങൾ ബലപ്പെട്ട് അവരിലേക്ക് ക്രിസ്തുവിൻ്റെ ജീവൻ ഒഴുകും. അങ്ങനെ ദൈവത്തിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടും. അതാണ് 15-ാം വചനത്തിൽ, 4-ാം അധ്യായം 15-ാം വചനത്തിൽ പഠിപ്പിക്കുന്ന, യെസ് എവറിത്തിങ് ഈസ് ഫോർ യുവർ സേക്ക് സോ ദാറ്റ് ഗ്രേസ് ആസ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു മോർ ആൻഡ് മോർ പീപ്പിൾ. അങ്ങനെ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്ന വഴി ദൈവത്തിൻ്റെ മഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. വീണ്ടും 16-ാമത്തെ തിരുവചനം, 4-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. അതായത് ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അങ്ങനെ തിരിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നുള്ള 4-ാം അധ്യായത്തിലെയും 5-ാം അധ്യായത്തിലെ വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ, ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ ഒരുവൻ്റെ ബാഹ്യ മനുഷ്യൻ അവൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്, എങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. ഇംഗ്ലീഷിൽ അതിന് സ്ലൈറ്റ് ആൻഡ് മൊമെൻ്ററി അഫ്ലിക്ഷൻ എന്നാണ് പറയുന്നത്. നിമിഷ നേരത്തേക്കുള്ള ക്ലേശങ്ങൾ, അവയുടെ ഫലം അളക്കാനാവാത്ത മഹത്വം. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ കാണുന്നതിനെയല്ല, കാണാത്തതിലേക്ക് ഞങ്ങളുടെ നോട്ടം വച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിലേക്ക് തിരിയുന്ന ഒരുവൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കണം, ആന്തരിക മനുഷ്യൻ നവീകരിക്കപ്പെടണം. അവൻ ലോകത്തിലേക്കല്ല നോക്കുന്നത്, ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നത് നിലനിൽക്കും. അപ്പം ഈ കടന്നു പോകുന്ന, നശിച്ചു പോകുന്ന ലോകത്തിലേക്കല്ല നമ്മുടെ നോട്ടം, അനശ്വരതയിലേക്കും കാണപ്പെടാത്തതിലേക്കും, ഭൗതികതയിലേക്കല്ല. അപ്പം കർത്താവിലേക്ക് തിരിയുന്ന ഒരുവൻ ഭൗതികതയിലേക്കോ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കോ നോക്കാതെ
അനശ്വരതയിലേക്ക്, കാണാത്തതിലേക്ക് നോക്കാൻ പഠിക്കണം. തുടർന്ന് 5-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള തിരുവചനങ്ങളിൽ ഞങ്ങളുടെ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും, അതായത് ഭൗമിക ഭവനം എന്താണ്? നമ്മുടെ ആത്മാവിൻ്റെ ഭവനം നമ്മുടെ ശരീരമാണ്. ആ ശരീരം നശിച്ചു പോകുമെങ്കിലും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ ഭവനം എന്താണ്? അത് നമ്മുടെ മഹത്വമുള്ള ശരീരമാണ്. അന്ത്യവിധിയിൽ ഗ്ലോറിഫൈഡ് ബോഡിയോടുകൂടി, അതായത് മഹത്വമേറിയ ശരീരത്തോടുകൂടി നമ്മൾ രൂപാന്തരപ്പെടും. ആ ശരീരം ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ ആ സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആത്മാവ് ഇപ്പോൾ മർത്യമായ ശരീരത്തിലാണ്. അത് സ്വർഗീയ വസതി, അതായത് ഒരിക്കലും നശിക്കാത്ത രൂപാന്തരപ്പെട്ട ശരീരം, അത് അന്ത്യവിധിയിൽ ലഭിക്കുന്നത്. ആ ശരീരം ധരിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നു. 2 കൊരിന്തോസ് 5:4 വരുമ്പോൾ വീണ്ടും കാണും, ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു. ഈ വചനത്തെ നമ്മൾ ജ്ഞാനം 9:15 അതുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നമുക്കതിൻ്റെ അർത്ഥം പിടികിട്ടും. ജ്ഞാനം 9:15 നശ്വരമായ ശരീരം ആത്മാവിന് ദുർവഹമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. അതായത് നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് വിശ്വാസത്തിൽ വന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജ്വലിച്ചെങ്കിലും, ജ്വലനത്തോടു കൂടിയാണ് നിൽക്കുന്നതെങ്കിലും, നമ്മുടെ ആത്മാവ് എവിടെയാണ് ഇപ്പോഴും ഉള്ളത്? മരിക്കുന്നത് വരെയും നമ്മുടെ ആത്മാവ് മർത്യമായ ശരീരത്തിലാണ്, ജീർണിച്ചു പോകുന്ന ശരീരത്തിലാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞത്, ആത്മാവിന് ദുർവഹമാണ് ഈ നശ്വരമായ ശരീരം. ആത്മാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ബലപ്പെട്ടെങ്കിലും ജീവിതം ഉള്ള കാലത്തോളം, മരിക്കുന്നത് വരെ ഈ പരിശുദ്ധമായ ആത്മാവ്, ജ്വലിക്കുന്ന ആത്മാവ് ജീവിക്കുന്നത് നശ്വരമായ ശരീരത്തിലാണ്. അതുകൊണ്ട് അത് നമ്മളെ ഞെരുക്കുന്നു. പിന്നീട് തുടർന്ന് പറയുകയാണ്, പഴയത് മാറ്റിക്കളയാനല്ല പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് ധരിച്ചു കഴിയുമ്പോൾ, അതായത് ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വമുള്ള ശരീരം നമ്മൾ അന്ത്യവിധിയിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആദം പാപം ചെയ്തപ്പോൾ നഗ്നത അനുഭവപ്പെട്ടു. ഈശോ ദൈവത്തോട് പറയുന്നുണ്ട്, ഞങ്ങൾ നഗ്നരാണ്. അപ്പോൾ ഗ്ലോറിഫൈഡ് ബോഡി, നശിക്കാത്ത ബോഡി, നശിക്കാത്ത മഹത്വമുള്ള ശരീരം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മിലെ നഗ്നത പൂർണ്ണമായും മാറും. ആത്മാവ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവിക വരപ്രസാദത്തിലായെങ്കിലും അത് വസിക്കുന്ന നശ്വരമായ ശരീരം അവിടെ നിലനിൽക്കുകയാണ്. ആ ശരീരം പൂർണ്ണമായിട്ട് ജീർണിച്ച് അന്ത്യവിധിയിൽ മഹത്വമുള്ള ശരീരം സ്വീകരിച്ചു കഴിയുമ്പോഴാണ് നമ്മിലെ നഗ്നത പൂർണ്ണമായി മാറുന്നത്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, സ്വർഗീയ വസതി ധരിക്കാൻ ഞങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. പിന്നീട് 2 കൊരിന്തോസ് 5:7 പറയുകയാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. അപ്പോൾ വിശ്വാസത്താൽ നയിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിലൊരു ബലഹീനത ഉണ്ടായാൽ നമ്മിലെ പ്രകാശം ചോർന്നു പോകും. അതുകൊണ്ട് 8-ാം വചനം വരുമ്പോൾ പൗലോസ്ലീഹ വീണ്ടും പഠിപ്പിക്കുകയാണ്, ശരീരത്തിൽ നിന്ന് അകന്നിരിക്കാനും കർത്താവിനോട് അടുത്തിരിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് അടുത്തിരിക്കണമെങ്കിൽ എന്തു പറയണം? നമ്മൾ മരിച്ച് കർത്താവിനോടത്തായിരിക്കണം. 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനം വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അപ്പം നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. സ്വർഗത്തിലേക്ക് നോക്കി, നിത്യജീവിതത്തെ നോക്കി ജീവിക്കണം. അതല്ലാതെ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ സമീപിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മളൊരിക്കലും ആ ജ്വലനം ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ലോകവും അതിൻ്റെ മോഹങ്ങളും നശിക്കുന്ന ആ മോഹങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ ആഗ്രഹിച്ചാൽ, ക്രിസ്തുവിലേക്ക് ശരണപ്പെട്ടാൽ, ആ മോഹങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തുവിലേക്ക് തിരിയുന്നതെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും നിർഭാഗ്യകരമായി പോകും.
കാരണം ആ മോഹങ്ങളൊക്കെ ഈ ലോകത്തോടുകൂടി തീരുന്നതാണ്. ആത്മാവിന് നമുക്ക് ജ്വലനം കിട്ടുകയുമില്ല. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയും, ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. 5-16 തിരുവചനമാണ്. ഒരിക്കൽ ക്രിസ്തുവിനെ പോലും അങ്ങനെ വീക്ഷിച്ചിരുന്നു, മാനുഷികമായ കാഴ്ചപ്പാടിൽ. 17 തിരുവചനം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ആ വാക്യം നോട്ട് ചെയ്യണം. 2 കൊറിന്തോസ് 5:17, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഇത് 2 കൊറിന്തോസ് 3:16 ബന്ധിപ്പിക്കണം. ആ 3:16 നമ്മൾ ധ്യാനിച്ചത്. കർത്താവിലേക്ക് ഒരുവൻ തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീക്കപ്പെടുന്നു. അതായത് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. സോ ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ദർ ഈസ് എ ന്യൂ ക്രിയേഷൻ. അപ്പോൾ ഇതാണ് ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറും. പിന്നെ നമ്മളെ കാണുന്നവരെയും മാനുഷികമായ കാഴ്ചപ്പാടോട് വീക്ഷിക്കുകയില്ല. അവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ സഹോദരനാണെങ്കിൽ അവനിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ആ രീതിയിലേ നമ്മൾ കാണുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ ദുർബലനായൊരു മനുഷ്യനാണെങ്കിൽ കൂടി അവൻ പുതിയ സൃഷ്ടിയാകേണ്ടവനാണ്. ആ ഒരു ചിന്തയോടുകൂടി ആ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമ്മിൽ രൂപപ്പെടും. നമ്മളൊരിക്കൽ ജ്വലിച്ചു കഴിഞ്ഞാൽ, മഹത്വത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ കൂടെയുള്ളവർ, കുടുംബത്തിലുള്ളവരും ചുറ്റുമുള്ളവരും എല്ലാം ഈ മഹത്വത്തിലേക്ക് തന്നെ വരുന്നതിന് വേണ്ടി തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ സഭ ജ്വലിക്കുന്നതിന് വേണ്ടി സഭാ നേതാക്കന്മാർ, വൈദിക ശ്രേഷ്ഠർ, ആത്മായ ശുശ്രൂഷകർ, നമ്മുടെ ഭരണകർത്താക്കൾ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജ്വലിക്കുന്നതിന് വേണ്ടി, ദൈവമഹത്വത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി, കർത്താവിലേക്ക് തിരിയുന്നതിന് വേണ്ടി അവരുടെ മൂടുപടം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസം അന്തമാക്കിയിരിക്കുന്ന അവരുടെ മൂടുപടം, അവരുടെ കാഴ്ചയുടെ മൂടുപടം മാറി അവർ യേശുവാകുന്ന പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് അവരുടെ കാഴ്ച തെളിയണം. അതിനുവേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. 2 കൊറിന്തോസ് 5:17. ഇതിനു വേണ്ടി നമ്മൾ തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഈ വചനങ്ങളൊക്കെ ബന്ധിപ്പിച്ച് പഴയ നിയമത്തിലെ ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചാണ്. അപ്പം നമ്മൾ ആശയങ്ങൾ പൂർണ്ണമാകും. നമ്മളിലിപ്പം മൂടുപടമില്ല. ശ്രേഷ്ഠനായ മോശയുടെ മുഖത്തെ തേജസ് പോലും മങ്ങിക്കൊണ്ടിരുന്നു. അത് കാണാതിരിക്കാൻ വേണ്ടി മോശ മുഖം മറച്ചു, മൂടുപടം ഇട്ടു. പക്ഷേ നമ്മിൽ പരിശുദ്ധാത്മശക്തി നിവസിക്കുന്നതുകൊണ്ട് എപ്പോഴും ദൈവസംസർഗം. മോശ സീനായ് മലയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ദൈവസംസർഗം, ആ കർത്താവിനെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ. നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുകയാണ്. ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഈശോതാളിനെ പഠിപ്പിച്ച്, എന്നെ സ്നേഹിക്കുന്നതിന് ഞാനും സ്നേഹിക്കും, അവനെ പിതാവും സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസമുറപ്പിക്കും. അപ്പം 3 പേരും കൂടെ നമ്മൾ ഉള്ളിൽ നിൽക്കുക. അങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ മലയിലെ മോശയുടെ അനുഭവമല്ല, നമ്മുടെ ഉള്ളിൽ നിരന്തരം വസിക്കുന്ന കർത്താവ്. ആ ജ്വലനം നമ്മുടെ മുഖത്ത് കാണും. മുഖത്തെ തേജസ് ഒരിക്കലും മായുകയില്ല. അതുകൊണ്ട് 2 കൊരിന്തോസ് 3:16, ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീക്കപ്പെടുന്നു. കാരണം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുവനിലേക്ക് വരുന്നത് യേശുവിനെ അവൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോഴാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള പ്രവൃത്തി എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പം പിതാവിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റുകയാണ് യേശുവിൽ വിശ്വസിക്കുന്ന വഴി. അങ്ങനെ നിറവേറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യേശുവിലുള്ള വിശ്വാസം വഴി നമുക്ക് എന്ത് കിട്ടും? പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരും. അപ്പോൾ 3 പേരും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം. ആ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ 2 കൊറിന്തോസ് 5:17 യാഥാർത്ഥ്യമാകും. എന്താണത്? ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ദർ ഈസ് എ ന്യൂ ക്രിയേഷൻ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ വാക്യത്തിന് അപാരമായ അർത്ഥമാണ് കേട്ടോ, ആഴമേറിയ അർത്ഥം. അതായത് പിന്നെ അവനല്ല ജീവിക്കുന്നത്, അവനിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മൾ
ദൈവം അനുവദിച്ചാൽ മറ്റൊരു വീഡിയോയിൽ കാണും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ വചനങ്ങളുടെ ബോധ്യം തന്നതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ഒരുവൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ അവൻ്റെ മൂടുപടം നീക്കപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ ദേവൻ അന്തമാക്കിയിരിക്കുന്ന അവിശ്വാസികളുടെ മനസ്സിനെ കർത്താവെ അവിടുന്ന് വീണ്ടെടുക്കണമേ. അവരെ വീണ്ടും അവിടുന്ന് വിശ്വാസത്തിലേക്ക് നയിക്കണമേ. അവരുടെ അന്ധത നീക്കി, ഉള്ളിലെ അന്ധത നീക്കി ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് അവരെ നയിക്കണമേ എന്ന് ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കർത്താവെ നിനക്കായി സമർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, സഭയെ നയിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ലോകം മുഴുവൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ.